വെൽക്കം ടു മ്യൂച്വൽ ഫണ്ട് ഫോർ ബിഗിനേഴ്സ് സീരീസ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ നോക്കിയത് ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ നോക്കിയത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. തേർഡ് എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാ സൈഡും നോക്കി. ഈ എപ്പിസോഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡ് ഫണ്ട്സിനെ പറ്റിയാണ്. ഈ സീരീസിൽ ഇത് 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ അത് കണ്ടിട്ട് വരൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡ്സിന് എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഹേ, ദിസ് ഈസ് ക്രിസ്റ്റി കുഞ്ഞുമോൻ. വെൽക്കം ടു പ്രവാസി ഫിൻടോക്സ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ നോക്കിയ പോലെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആണ്. അത് കാരണം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറിൻ്റെ പൈസ കൂടും കുറയും ചെയ്യുമ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂവിലും ചേഞ്ചസ് വരും. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇടുന്ന പൈസ AMCs, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, വേറെ കമ്പനീസിന് ലോണായിട്ടാണ് കൊടുക്കുന്നത്. അത് കാരണം തന്നെ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഫിക്സ്ഡ് ആയിരിക്കും. അവിടെ റിസ്ക് വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ റിട്ടേൺസ് വളരെ കുറവായിരിക്കും. എന്നാലും FD ആയിട്ടും അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടും അല്ല അതേപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് നല്ലതാണ്. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്? ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അത് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മോഡറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈബ്രിഡ് ഫണ്ട്സ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിനെ നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിസ്ക് വളരെ കുറവാണ്, പക്ഷേ റിട്ടേൺസും കുറവായിരിക്കും. എന്നാലും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിനും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ ഇടയ്ക്ക് വെച്ചായിരിക്കും ഒരു റിട്ടേൺസിന് കിട്ടുന്നത്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കഴിഞ്ഞൊരു 5 ഇയേഴ്സിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ പല മേജർ ഫണ്ട്സും ആവറേജ് 10 to 11% ആണ് റിട്ടേൺസ് തന്നിട്ടുള്ളത്. അതേസമയത്ത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് ആവറേജ് എടുക്കുമ്പം 14 to 15% വരെ റിട്ടേൺസ് തരുന്ന ഫണ്ട്സ് ഉണ്ട്. മാർക്കറ്റിൽ 7 ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ്, മൾട്ടി അസറ്റ് അലൊക്കേഷൻ, ഡൈനാമിക് ഹൈബ്രിഡ് ഫണ്ട്സ്, ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട്സ്, ഇക്വിറ്റി സേവിംഗ് ഫണ്ട്സ്, കൺസർവേറ്റിംഗ് ഹൈബ്രിഡ് ഫണ്ട്സ്, ആർബിട്രാജ് ഫണ്ട്സ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെറും 3 മീനിങ് ഹൈബ്രിഡ് ഫണ്ട്സിനെ പറ്റിയായിരിക്കും. കാരണം മാർക്കറ്റിൽ പൊതുവേ ഇതാണ് കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. അതുകൂടാതെ ഫിനാൻഷ്യൽ അനലിസ്റ്റും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, അഗ്രസീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അഗ്രസീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ 60% വരെ അല്ലെങ്കിൽ 65% വരെ ഇക്വിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 30 അല്ലെങ്കിൽ 35% ആയിരിക്കും ഡെപ്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മോഡറേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതുകൂടാതെ നിങ്ങൾക്കൊരു മിനിമം ഒരു 5 to 6 ഇയേഴ്സ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിൽ കണ്ടിട്ട് വേണം അഗ്രസീവ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഷോർട്ട് ടേമിൽ ചിലപ്പം ഇതിൽ വരുന്ന റിട്ടേൺസ് കുറവായിരിക്കും. പക്ഷേ ലോങ് ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 to 5 ഇയേഴ്സ് അല്ലെങ്കിൽ 5 to 7 ഇയേഴ്സ് വരെ ലോങ് ടേം നോക്കുമ്പോൾ ഒരു 14 to 15% വരെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. രണ്ടാമത് വരുന്നതാണ് ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ വളരെ ലോ ആണ്, അല്ലെങ്കിൽ ഈവൻ മോഡറേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണ് മ്യൂച്വൽ ഫണ്ട്സിൽ, നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്. കാരണം ബാലൻസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 40-60 ആണ്. 40% ഇക്വിറ്റിയിലും 60% ഡെപ്റ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം തന്നെ നമ്മളൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഇതിലെടുക്കുന്നത്. നിങ്ങൾ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ എക്സ്പോഷർ കിട്ടും, ഡെപ്റ്റിലും എക്സ്പോഷർ കിട്ടും. അത് കാരണം തന്നെ ഇക്വിറ്റിയിൽ ഷെയർ മാർക്കറ്റിൽ ഹൈ ആവുന്നതനുസരിച്ച് നിങ്ങളുടെ ഓവറോൾ ഫണ്ട് വാല്യൂം കൂടും. ഈവൻ ഇപ്പം ഷെയർ മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾ ഓവറോൾ ഫണ്ട് വാല്യൂ വലിയ എഫക്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ഡെപ്റ്റ് 60% ആണ്. ഡെപ്റ്റ് എപ്പോഴും ഒരു ഫിക്സ്ഡ് റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത് വരുന്നതാണ് ഇക്വിറ്റി സേവിംഗ് സ്കീം. ഇക്വിറ്റി സേവിംഗ് സ്കീംസിനകത്ത് ഇക്വിറ്റിയും ഡെപ്റ്റും ആർബിട്രാജും ഇത് 3ൻ്റെ കോമ്പിനേഷനാണ് ഇക്വിറ്റി സേവിംഗ് സ്കീം. ഇക്വിറ്റി നിങ്ങൾക്കറിയാം ഷെയർ മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആണ്. ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോൺ കൊടുക്കുകയാണ്, അതിൽ നമുക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കിട്ടും. മൂന്നാമത് വരുന്നതാണ് ആർബിട്രാജ്. ആർബിട്രാജ് എന്ന് പറയുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന പൈസ ഈ ഫണ്ട് മാനേജേഴ്സ് ചില കമ്പനീസിനെ ഷെയർ അവരുടെ വാല്യൂ കുറയുമ്പോൾ മേടിക്കും, എന്നിട്ട് വാല്യൂ കൂടുമ്പോൾ വിൽക്കും. അപ്പോൾ അത് കിട്ടുന്ന പ്രോഫിറ്റാണ് നമുക്ക് തരുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും ഇങ്ങനെ മേടിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ സെല് ചെയ്യാനും, അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യും. ഈ 3ന് കോമ്പിനേഷൻ ചേരുന്നതാണ് ഈ ഇക്വിറ്റി സേവിംഗ് സ്കീം. ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക് പ്രൊഫൈലുള്ള ഏതൊരു വ്യക്തിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇക്വിറ്റി സേവിംഗ് സ്കീം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 10 പെർഫോമിംഗ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. അതിന് ലാസ്റ്റ് 1 to 3 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് വരെയുള്ള റിട്ടേൺസ് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുന്നത് ടോപ്പ് 10 ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ലാസ്റ്റ് 5 ഇയർ റിട്ടേൺസ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ICICIൻ്റെ കഴിഞ്ഞ 1 ഇയറിൻ്റെ റിട്ടേൺ 7.85% ആണ്. അവരുടെ 3 ഇയർ റിട്ടേൺസ് 13.93% ആണ്. പ്രിൻസിപ്പൽ ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് അതിൻ്റെ ലാസ്റ്റ് 3 ഇയർ റിട്ടേൺ 15.78% ആണ്. നമ്മൾ ബാങ്ക് FD അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 3 ടൈംസ് ഉണ്ട്. SBI തന്നെ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ തന്നെ SBIൻ്റെ 8.5% ആണ്. SBIൻ്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങാണ്ട് 5% അല്ലെങ്കിൽ 5.6% എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് വളരെ പ്രോഫിറ്റബിൾ ആണ്. അവരുടെ 3 ഇയർ റിട്ടേൺ 12.63% ആണ്. 5 ഇയർ റിട്ടേൺ 14% ആണ്. അതേപോലെ തന്നെ നമ്മൾ ICICI നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 12% ഒക്കെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. റിലയൻസിൻ്റെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് 14.24% ഉണ്ട്.
HDFC ബാലൻസ്ഡ് ഫണ്ട് 14.7% ഉണ്ട്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 to 6 ഇയേഴ്സിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന നല്ലൊരു റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.